സിസോ ഹെയർ കളർ ജനകീയ കോടതി. ഇന്നത്തെ ജനകീയ കോടതിയുടെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ NP ചെക്കുട്ടി. വെൽക്കം സാർ. ഇന്നത്തെ സിസോ ഹെയർ കളർ ജനകീയ കോടതിയുടെ അതിഥി ഏറെക്കാലമായി കോൺഗ്രസിന്റെ മുഖവും ശബ്ദവുമായിരുന്ന, ഇപ്പോൾ കൂടും കൂറും വിട്ട് BJP-യിലേക്ക് എത്തിയ ടോം വടക്കൻ. വെൽക്കം ശ്രീ ടോം വടക്കൻ. ടോം വടക്കനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം തരും. ശ്രീ ടോം വടക്കൻ, ഏറെക്കാലമായി അങ്ങയുടെ ഈ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഞങ്ങൾ അസൂയ പൂണ്ടിരുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരുന്ന ഒരാളാണ്. മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരു ഘട്ടത്തിൽ അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറിക്കുകൊള്ളുന്ന മറുപടികളായിരുന്നു അങ്ങയുടേത്. ജനനം തൃശ്ശൂരിലാണ്. അതിനുശേഷം മോഡൽ സ്കൂളിൽ പഠനം, പിന്നീട് ഡൽഹിയിലേക്ക് മാറുന്നു. അവിടെ 2 പ്രശസ്തമായ സ്കൂളുകളുടെ ഗവേണിംഗ് ബോഡീസിൻ്റെ ചെയർമാനാവുന്നു. പിന്നീട് കോളേജുകളുടെ ഭാസ്കരാചാര്യ കോളേജിൻ്റെയും ദീൻ ദയാൽ ഉപാധ്യായ കോളേജിൻ്റെയും ഡൽഹി യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിലേക്ക് എത്തിയെങ്കിലും ഗ്രീവൻസ് സെല്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല കൊടുക്കുന്നതോടുകൂടിയാണ് കേന്ദ്രത്തിലേക്ക് അടുക്കുന്നത്. അതിനുശേഷം വിശ്വസ്തനായിത്തീരുന്നു കോൺഗ്രസ് എയ്ഡ്സിൻ്റെ. രാജീവ് ഗാന്ധിയുടെ കാലശേഷം സോണിയാഗാന്ധിയുടെ ക്യാബിനറ്റിൽ, കിച്ചൺ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തനായിരുന്നു താങ്കൾ. തോമസ് മാഷും PC ചാക്കോയും അങ്ങുമൊക്കെ സോണിയാഗാന്ധിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. പവർ സെൻറ്ററായിരുന്നു. പിന്നീട് ഒരു കോൺഗ്രസിൻ്റെ വാർത്താമുഖമായി, കോൺഗ്രസിനെ പല കാര്യങ്ങളിലും ഡിഫെൻഡ് ചെയ്യാൻ നിയുക്തനുമായിരുന്നു. അങ്ങയുടെ രാഷ്ട്രീയം എന്തായിരുന്നു യഥാർത്ഥത്തിൽ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഫാക്ട് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും റിലേറ്റഡ് ആണ്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ രാജീവ് ജിക്ക് ചെയ്തു. ആ പ്രസൻറ്റേഷൻ്റെ സമയത്ത് രാജീവ് ജിക്ക് എൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനും ക്രിയേറ്റീവ് ഐഡിയാസും ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ കക്ഷി പറഞ്ഞു, വൈ യു ഇൻ എ കമ്മ്യൂണിക്കേഷൻ കമ്പനി, നിങ്ങൾ പാർട്ടി ജോയിൻ ചെയ്യൂ. അപ്പോൾ അന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് കോൾഡ് ന്യൂസ് വാച്ച്. അപ്പോൾ ആ ന്യൂസ് വാച്ച് ഗ്രൂപ്പിൽ എന്നെ മെമ്പറാക്കി. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് പാർട്ട് ടൈം ആയിട്ടാണ്? രാഷ്ട്രീയ പ്രവർത്തനമല്ല, അത് പ്രൊഫഷണൽ ലെവലിലാണ് ഞാൻ അഡ്വൈസറി കപ്പാസിറ്റിയിൽ വന്നത്. അല്ലാതെ രാഷ്ട്രീയത്തിൽ ഞാൻ ടിക്കറ്റ് ചോദിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല വന്നത്. മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. മെമ്പർഷിപ്പ് ഒന്നും 85 ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ റോൾ എന്തായിരുന്നു, ഒരു അഡ്വൈസറി കപ്പാസിറ്റിയിൽ പാർട്ടിയിലെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനായിരുന്നു. ആ സമയത്താണ് എന്നെ ന്യൂസ് വാച്ചിൽ വന്നത്. ന്യൂസ് വാച്ച് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പായിരുന്നു. അതിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ക്രിട്ടിക്കൽ ന്യൂസ് ഉണ്ട്. രാജീവ് ജിക്ക് അന്ന് പോസിറ്റീവ് ന്യൂസ് കണ്ടമാനം ഫയൽ ചെയ്ത് കൊടുക്കും അവർ. അത് കക്ഷിക്ക് തന്നെ അറിയാം സത്യാവസ്ഥയല്ല. അപ്പോൾ പത്രങ്ങളിൽ വരുന്ന നെഗറ്റീവ് ന്യൂസുമേ ആയിരുന്നു യുവർ ഹൈനസ് എക്സ്പോഷർ ലെവൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു കക്ഷിക്ക്. ആൻഡ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ഹിസ് വിസ്ഡം, രാജീവ് ജിയുടെ. കാരണം ആൾക്ക് ജനങ്ങളായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു കണക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, ഞാൻ പിടിച്ച മുയലിൻ്റെ 4 ചെവി എന്ന് പറയുന്ന തർക്കം ഇന്നത്തെ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡെമോക്രറ്റിക് സെറ്റപ്പായിരുന്നു. ആര് തന്നെ പറഞ്ഞാലും ഒരു അക്സെപ്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. ന്യൂസ് വാച്ചിൽ നിന്ന് പിന്നെ വരുന്നത് ഗ്രീവൻസ് സെല്ലിലേക്കാണ്. ഗ്രീവൻസ് സെല്ലിലെ മെമ്പറായത് ഒരു ഫ്രൈഡേയും സാറ്റർഡേ ആയിട്ട് വെച്ചിരുന്നു ആദ്യം. പബ്ലിക് പ്രൈം മിനിസ്റ്റർ കാണലും ഇതൊക്കെയായിരുന്നു. But still that time you are not a member. The minute you start functioning in a party, you are a part of the family. പക്ഷെ അംഗത്വമില്ല. അത് ടെക്നിക്കൽ ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അല്ല, അംഗമില്ല. 85 മെമ്പറായി. That's what I told you. ശേഷം 85 മെമ്പറായി. അത് കഴിഞ്ഞിട്ട് പ്രവർത്തനം സോഷ്യൽ വർക്കായിരുന്നു, അല്ലാതെ പൊളിറ്റിക്കൽ ലോബിയിങ് ഒന്നും അല്ലായിരുന്നു. ഇന്നതല്ല.
ഇന്ന് ലോബിയിങ് ഈസ് ദ മെയിൻ ഫാക്ടർ. പക്ഷെ ഇതിന് പാർട്ടി അംഗീകാരം നൽകി അഥവാ പ്രതിഫലം നൽകി. സെക്രട്ടറി എന്ന നിലയിലേക്ക് പിന്നീട് നാഷണൽ സ്പോക്ക് പേഴ്സൺ ആയിട്ട് ലെറ്റ് മീ കറക്റ്റ് ദിസ്. ഇത് ഒരു 10-15 കൊല്ലം നടന്നു. അവിടുന്ന് ഒരു നെക്സ്റ്റ് നരസിംഹറാവിൻ്റെ ഗവൺമെൻറ് വന്നു. നരസിംഹറാവു ഗവൺമെൻറ് വന്നപ്പോൾ, കാരണം രാജീവ് ജിയുടെ പ്രോക്സിമിറ്റിയിലുള്ള ആൾക്കാരൊക്കെ സൈഡ് ലൈനായി. പിന്നെ ഞങ്ങളെ അവിടെ കാണുന്നത് ഉപദ്രവമായി. ഞങ്ങൾ ഗാന്ധി ഫാമിലിയുടെ സീലടിച്ച പോലെയായി. കാരണം ഇവർ ആൻറ്റി പാർട്ടി ആക്ടിവിറ്റീസ് അയക്കേണ്ട ഗതി വന്നു. അതൊക്കെ കണ്ട ദിവസങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് വന്നു, സീതാറാം കേസരി. യു സ്റ്റുഡ് വിത്ത് സോണിയാഗാന്ധി. അപ്പോഴും ഐ സ്റ്റുഡ് വിത്ത് ദ ഗാന്ധി ഫാമിലി. ഐ സ്റ്റുഡ് വിത്ത് വാട്ട് രാഹുൽജി സ്റ്റുഡ് ഫോർ. അപ്പോൾ ആ സമയത്ത് നിന്ന് പിന്നെ സീതാറാം കേസരിയുടെ ഫേസ് വന്നു. സീതാറാം കേസരിയുടെ ഇഷ്യൂവിൽ പല കാര്യങ്ങളും ഇഷ്യൂസ് വന്നു. ഒരു സിറ്റുവേഷൻ ഇത് വന്നു, സീതാറാം കേസരി പറഞ്ഞു ഞങ്ങളെ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, നിങ്ങൾ എൻ്റെ ലൈനിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു നോക്ക്, ഞാൻ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ്സിനൊന്നും അല്ല ഞാൻ കോൺഗ്രസ് പാർട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഐ വാസ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഐ ഫെൽറ്റ് എ കമ്മിറ്റ്മെൻറ്റ് ഫോർ ദ കൺട്രി. ACC ഓഫീസിൽ എത്ര സമയം ചെലവഴിക്കുമായിരുന്നു ഏകദേശം ആ സമയത്ത്? വരണ സമയമുണ്ട്, പോണ സമയം എനിക്കറിയില്ല. മിക്കവാറും സമയത്ത് ACC ഓഫീസിന്റെ താക്കോൽ താങ്കളുടെ കയ്യിലാണെന്ന് കേട്ടിട്ടുണ്ട്. കോൺഷ്യസ് കീപ്പറാണ്, അതേസമയം കീ കീപ്പറുമാണ്. നോൺസെൻസ്. ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് AICC. അവിടെ ഒരു അഡ്മിനിസ്ട്രേഷനൊക്കെ ഉണ്ട്. പക്ഷേ പത്രക്കാരുടെ ആ ഒരു സ്റ്റിൻറ്റിൽ ചിലപ്പോൾ സ്റ്റോറീസ് ഫയൽ ചെയ്യേണ്ട സമയത്തിൽ കൺസൾട്ടേഷൻ പ്രോസസ്സ് ഉണ്ടാവും. ഞാൻ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. ആ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നമ്മൾ മൻമോഹൻ സിംഗിന്റെ കാലത്തേക്ക് എത്തുന്നു. UPA ചെയർപേഴ്സണായിട്ട് സോണിയാഗാന്ധി എത്തുന്ന കാലം. വീണ്ടും ടോം വടക്കൻ തിരിച്ച് കോൺഗ്രസിലേക്ക്, അല്ലെങ്കിൽ ഒരു റീ എൻട്രി എന്ന് പറയാവുന്ന രീതിയിൽ കൂടുതൽ അധികാരത്തോടു കൂടി തിരിച്ചു വരുന്നു. അല്ല, മൻമോഹൻ സിംഗ് ജിയുടെ സമയത്ത് ഞങ്ങൾ ബാക്ക് റൂം ഓപ്പറേറ്റേഴ്സാണ്. ഞങ്ങൾക്ക് സ്പെഷ്യൽ റോളൊന്നുമില്ല, ഗവൺമെൻറ്റിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല. പക്ഷേ മൻമോഹൻ സിംഗിനും സോണിയാഗാന്ധിക്കും ഇടയിലുള്ള ഫയൽ മൂവർ താങ്കളായിരുന്നു. അല്ല, ഈ തെറ്റിദ്ധാരണകൾ ഞാൻ എന്താ പറയുക ഇതിനൊക്കെ. ഗോസിപ്പ് കോളത്തിലും ഞാൻ ഇത് പലപ്പോഴും ഡിനൈ ചെയ്തിട്ട് ഐ ഹാഡ് നത്തിങ് ടു ഡൂ വിത്ത് ഇറ്റ്. ഓൺ ദ കോൺട്രി എൻ്റെ റോൾ എന്തായിരുന്നു, പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസസ് വന്നു തുടങ്ങിയിരുന്നു. അത് ചില ജനറൽ സെക്രട്ടറീസ് AICCയിലിരുന്ന് ഗവൺമെൻറ്റിൻ്റെ എതിരെ സ്റ്റോറീസ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിൽ എടുക്കുന്ന ഡിസിഷൻ തെറ്റാന്ന് പറയുന്ന ജനറൽ സെക്രട്ടറീസ് ഇന്നും ഉണ്ട്. ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരുടെ ഈ പ്ലാന്റിങ് കാരണമാണ് ഫേസ് 2-ലെ നിങ്ങൾ കണ്ടത്. UPA 2-ൽ എന്താ സംഭവിച്ചത്? ഒരു ഡിസ്കണക്ട് ഫോം ചെയ്തു ജനങ്ങളുമായി. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ആ ഘട്ടം എത്തുമ്പോഴും താങ്കൾ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഫേസ് സേവർ മാധ്യമങ്ങളുടെ മുന്നിൽ. ഫേസ് സേവർ ആവാതെ എന്ത് ചെയ്യും? കാരണം ഒരു ബ്രീഫിംഗ് നടക്കുകയാണ്. ആ ബ്രീഫിങ്ങിൽ പറയുന്നത് എന്താ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ഡിസിഷനിൽ ഗവൺമെന്റ് പറയുന്നത് ശരിയല്ല. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്ക് അധികാരമുണ്ടായിരുന്ന കാലം കൂടിയായിരുന്നു UPA 2. അധികാരം ഉണ്ടായിരുന്നു, ബട്ട് ഞങ്ങൾക്ക് റോളില്ല. താങ്കൾ സോണിയാഗാന്ധിയുടെ കോൺഷ്യസ് കീപ്പർ കൂടിയായിരുന്നു ആ സമയത്ത്. ഞാൻ വെറുതെ അനാവശ്യം പറയാനൊന്നും ഒരുമ്പിട്ട് എടുക്കാനില്ല. മിസ്സസ് ഗാന്ധിയുടെ ഒപ്പീനിയൻസ് ഒക്കെ മിസ്സസ് ഗാന്ധിയുടെ ഒപ്പീനിയൻസ് ആണ്. You had a say in it. I brought out issues which she may not have seen. The point is, ഒരു വൈറ്റ് സ്ക്രീൻ ആണിത്. ടു ബി ഫ്രാങ്ക്, ടോം വടക്കന് കോൺഗ്രസിന്റെ എല്ലാ പവർ ബ്ലോക്കിങ്ങിലും കൃത്യമായ ചില ധാരണകൾ ഉണ്ടായിരുന്നു. നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അറിയാമായിരുന്നു. യെസ്, ഐ ന്യൂ എ ലോട്ട് അബൌട്ട് ദ കോൺഗ്രസ്. അത് ശരിയാ. പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്ത് നോക്കിയിരിക്കുന്നത് കറക്റ്റീവ് കോഴ്സ് എങ്ങനെ കൊണ്ടുവരാം. ഒരു ട്രബിൾ ഷൂട്ടറിൻ്റെ റോൾ എനിക്കുണ്ടായിരുന്നു. ട്രബിൾ ഷൂട്ടർ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വരുന്ന കഥകൾ പ്ലാൻഡ് ആണ്. ഈ കോൺഗ്രസ്സുകാർ ഇരിക്കുന്നവരൊക്കെ പ്ലാൻ ചെയ്യുന്നവരാ. ഒരു കഥ കിട്ടും, പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അവർ അന്വേഷിക്കാൻ പോവാറ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളൊരു സ്വാധീനം താങ്കൾക്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോലും? ഇല്ല, മാധ്യമപ്രവർത്തകരെ താങ്കൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഞാൻ കൊണ്ടുപോയിട്ടില്ല. കാരണം ആ സമയത്ത് ഒരു പുതിയ ഒരു സെറ്റപ്പാണ് വന്നത്. ആ സമയത്ത് എൻ്റെ റോൾ സ്പോക്സ്മാൻ്റെ ആയിരുന്നു. സ്പോക്സ്മാനായി നിൽക്കുമ്പോൾ എനിക്ക് പാർട്ടി ലൈനിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു.
അതിന് എന്ത് റിവാർഡാണ് താങ്കൾക്ക് കിട്ടിയത്, പ്രതിഫലം? The reality is, I have suffered 2 CBI cases. എൻ്റെ എതിരെ ടെഹൽക്ക, ഇന്ന് ഇരിക്കുന്ന പ്രൈം മിനിസ്റ്റർ അന്ന് സ്പോക്സ്മാൻ ആയിരുന്നു. UPA2 കറപ്റ്റഡ് ആയിരുന്നു. UPA2 ഞാൻ അങ്ങനെ ചാർജ് ചെയ്യില്ല. ജസ്റ്റ് ബിക്കോസ് ഞാൻ BJPയിലേക്ക് പോയി എന്ന് വെച്ചിട്ട് ഞാൻ ഒരേ അനാവശ്യം പറയില്ല. ഞാൻ കോൺട്രവേഴ്സിയിലേക്ക് ഇല്ല. ലെറ്റ് ദ കോർട്ട് ആൻഡ് ജുഡീഷ്യറി ഉണ്ടല്ലോ, അവരെല്ലാം ഡിസൈഡ് ചെയ്യണ്ടേ. ഞാൻ ഇത്ര പറയാം, അവിടെ UPAയുടെ സമയത്ത് പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ കൊലീഷൻ ഗവൺമെൻറ്, എല്ലാവർക്കും അറിയാം. ആരാണ് കറപ്ഷൻ്റെ സോഴ്സസ് അത് ജനങ്ങൾക്കറിയാം. എൻ്റെ എതിരെ CBI കേസസ് വന്നത് അനൗൺസ്മെൻ്റ് ആരാ ചെയ്തത്? അന്ന് സ്പോക്സ്മാൻ ആയിട്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി 2 ആളെ അക്യൂസ് ചെയ്തത്. ഒന്ന് ശ്രീ അർജുൻ സിംഗ്, നമ്പർ 2 ടോം വടക്കൻ. ഞാൻ ജീവിതത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. ആൻഡ് അതിലും പകരം എനിക്ക് കിട്ടിയത് ഒരു CBI കേസാണ്. പാർട്ടി ഡിഫെൻഡ് ചെയ്തു. പാർട്ടി പ്രവർത്തനത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അത്ര സ്വാഭാവികമല്ല. കാരണം നിങ്ങൾ CBI ഓഫീസിൽ എക്കണോമിക് ഒഫൻസസിന് പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ വല്ല പൊളിറ്റിക്കൽ ഗെയിനിന്. ഞാൻ ഈ തെഹൽക്ക കേസായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പ്രാഥമിക അംഗത്വമാണ് 1985 താങ്കൾക്ക് ലഭിക്കുന്നത് കോൺഗ്രസിൽ, പാർട്ടി എന്ന രീതിയിൽ. പിന്നീട് അവിടെ നിന്ന് ACC സെക്രട്ടറിയിലേക്ക് ഒരൊറ്റ റോക്കറ്റിംഗ് ആയിരുന്നു. തെറ്റിദ്ധാരണയാണ്. ഞാൻ ആദ്യം വന്നത് ഗാഡ്ഗിൽജിയുടെ സമയത്ത് അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ ഗാഡ്ഗിൽജിയുടെ സമയത്ത് അന്ന് തൊട്ട് മീഡിയ ഞാനാണ് നോക്കിയിരുന്നത്. 1999 എനിക്ക് AICC സെക്രട്ടറി മീഡിയ വന്നത്. അതിലെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് താങ്ക്ലെസ് ജോബ് ദറ്റ് AICC ഹാസ്. ബ്രിക് ബാറ്റ്സ് വന്നാൽ ആദ്യം കിട്ടുന്നത്, പ്രസ്സിൽ ബാഡ് എന്താ പറയുക റിയാക്ഷൻസ് വന്നാൽ ആദ്യം കിട്ടുന്നത് AICC സെക്രട്ടറിക്കാണ്. പക്ഷെ 99 മുതൽ 2016 വരെയുള്ള ഒരു ദീർഘകാലം താങ്കൾ അത് എൻജോയ് ചെയ്തു എന്നാ മാധ്യമങ്ങളിൽ താങ്കളെ കണ്ടത് ദുഃഖത്തോടെയല്ല. വിഗറസ്, ആക്റ്റീവ്, എനർജറ്റിക്. Take a medical report that will prove you what I went through. It was hell, and I did that. I did that for democracy, for my party. And you're telling me I enjoyed? I'm sorry. തുടർച്ചയായി മനസാക്ഷിയെ വഞ്ചിക്കുന്നതിൽ താങ്കൾക്ക് കുറ്റബോധം തോന്നിയിട്ടില്ലേ? അതിൻ്റെ റിസൾട്ടല്ലേ ഞാനിപ്പോൾ ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു. ഞാൻ പോകുന്നത് എത്ര കാലം നമ്മൾ ഈ നുണയും ഇവരെ ഡിഫെൻഡ് ചെയ്യും. ഞാനിപ്പോൾ പാർട്ടി വിട്ടപ്പോൾ ഞാൻ ഡിഫെൻഡ് ചെയ്തവർ പലരും എന്നെ എനിക്ക് മെസ്സേജസ് അയച്ചിരുന്നു. ഇതുവരെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒന്നും റിട്ടേൺസ് അല്ല ഞാൻ ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ താങ്ക് യു. നാസ്റ്റി കേസസ് ആണ് ഇവരുടെ കാര്യങ്ങൾ. നമുക്ക് ഓരോ ദൃശ്യങ്ങളിലേക്ക് വരാം. താങ്കൾ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ആ ദൃശ്യമുണ്ടല്ലോ, BJPയുടെ റെസിപ്റ്റ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ശ്രീ ടോം വടക്കൻ. ഈ ഒരു മൊമെന്റിൽ ടോം വടക്കൻ എന്ന പഴയ ACC സെക്രട്ടറി രാജീവ് ഗാന്ധിയുടെ സമയത്തൂടെ കോൺഗ്രസ് കുടുംബത്തിലേക്ക് വരികയും സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായി തീരുകയും ഏറെക്കാലം ജനങ്ങൾക്കും കോൺഗ്രസിനും ഇടയിലുള്ള പാലമായി തീരുകയും ചെയ്ത ടോം വടക്കന് ഈ മൊമെന്റിൽ തോന്നിയ മാനസിക വ്യാപാരം എന്തായിരിക്കും? ഞാൻ പറഞ്ഞ കാര്യം, മൈ ഹെൽത്ത് കണ്ടീഷൻ ഡിമാൻഡഡ് ഇറ്റ്. BJP ഞാൻ ഡിപ്രഷനിലേക്ക് പോയി. കാരണം ഞാൻ ബിൽഡപ്പ് ചെയ്ത മീഡിയ ഡിപ്പാർട്ട്മെന്റ് നശിപ്പിച്ചു. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഡിസ്ട്രോയ് ആവുമ്പോൾ ആ ഒരു ഹേർട്ട് ഫീലിംഗ്. സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ ജനാർദ്ദൻ ദ്വിവേദിയെയും ശ്രീ ടോം വടക്കനെയും ശ്രീ PC ചാക്കോയെയും KV തോമസിനെയും അധികാര കേന്ദ്രത്തിന് പുറത്തേക്ക് മാറ്റി രാഹുൽ ഗാന്ധി എന്നതല്ലേ സത്യം? അവിടെ റോൾ സോണിയാജിയുടെ സമയത്തും ഇന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇനി 10 കൊല്ലം എനിക്ക് കണ്ടിന്യൂ ആവുമായിരുന്നു. താങ്കളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന സുർജേവാല എന്ന് പറയുന്ന ഒരാൾ വരാൻ പോകുന്നു എന്ന തിരിച്ചറിവ് താങ്കളെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചില്ലേ? ഇല്ല, ഞാൻ അത് ഇഷ്യൂ അല്ല. എൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ മാത്രം ബിൽഡ് ചെയ്തതല്ല. ഇന്ന് അതിൻ്റെ ചെയർമാൻ ഭാരതീയ ജനതാ പാർട്ടിയിലായിരിക്കുന്നത് നജ്മ ജാഹിത്തുള്ള. അതിലുമുപരി വേറൊരു സീനിയർ ജേർണലിസ്റ്റ് ഇന്ന് മരിച്ചു. 3ാമത്തെ ഒരാൾ പാർട്ടിയിൽ നിന്ന് നീങ്ങി. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സെറ്റപ്പിൻ്റെ ഫൈനൽ എന്താ പറയുക ക്രിമേഷൻ കാണാൻ. വിധി എൻ്റെ വിധിയായിരുന്നു. 85 മുതൽ 2019 നിൽക്കുന്ന ഈ ഘട്ടം വരെ ടോം വടക്കൻ എപ്പോഴെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു? ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു.
I was deep into the Congress ideology. പക്ഷേ പ്രാക്ടീസിങ് ആൾക്കാരില്ല. നിങ്ങൾ ഐഡിയോളജി ഒന്ന് പറയുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു വേറൊന്നാ. കോൺഗ്രസ് പാർട്ടിയിൽ ഡോണ്ട് വാക്ക് ദ ടോക്ക്. ദാറ്റ്സ് ദ പ്രോബ്ലം. കോൺഗ്രസ് പാർട്ടിയിൽ ടോം വടക്കനെ കൂടാതെ കോൺഗ്രസ്സുകാർ ആരൊക്കെയുണ്ട്? ഞാൻ ഈ എനുമറേഷനിൽ പോയില്ല. അവര് സോണിയാഗാന്ധി. സോണിയാഗാന്ധി പാവ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അവര് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ചോദ്യം is not been framed properly. How do you recognize the DNA of a congressman? താങ്കളാണ് പറഞ്ഞത്. ഐഡിയോളജി അല്ല, ഐഡിയോളജിയുടെ ഇഷ്യൂ. യെസ്. നിങ്ങൾ പറയുന്ന ഐഡിയോളജി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ രാജീവ് ഗാന്ധിക്ക് താങ്കളിൽ തോന്നിയ താങ്കളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വിനിമയ സ്കില്ലിലും തോന്നിയ ആ വൈഭവത്തിനപ്പുറം താങ്കളെ കൊണ്ടുവരുമ്പോൾ താങ്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ തോന്നുന്ന ഒരു ഘടകം ഉണ്ടാകണമല്ലോ, താല്പര്യം ഉണ്ടാകണമല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ എന്തായിരുന്നിരിക്കണം കോൺഗ്രസ് പാർട്ടിയുടെ സ്പോക്ക് പേഴ്സണായും പിന്നീട് ACC സെക്രട്ടറി ആയി തീർന്നപ്പോൾ താങ്കളെ കൂടുതൽ ആവേശം കൊള്ളിച്ച കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര ഘടകം? ഞാൻ സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറിയിൽ നിന്നാണ് സ്പോക്സ്മാൻ ആയത്. റിയാലിറ്റി ചെക്ക് എന്താണ്? AICC സെക്രട്ടറി ഈസ് സീനിയർ ടു എ സ്പോക്സ്മാൻ. സ്പോക്സ്മാൻ ഈസ് എ ഗ്രേഡ് ബിലോ ദി AICC സെക്രട്ടറി. പക്ഷേ ജനങ്ങളുടെ വിചാരം സ്പോക്സ്മാനായ ടെലിവിഷനിൽ ഫേസ് കാണുമ്പോൾ ഇത് വല്ലാത്തൊരു പോസ്റ്റാണ്. പക്ഷെ അതിൻ്റെ ഒരു ഡൈനമിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ 30 മിനിറ്റ് അല്ലെങ്കിൽ ബ്രീഫിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈനമിക്സ് ഒന്ന് വേറെയാ. തൃശ്ശൂരിൽ നിന്ന് ഒരു ആന്റോണി ദേവസി വടക്കിൻ്റെയും മാർത്ത ദേവസി വടക്കിൻ്റെയും മകനായി ഡൽഹിയിലേക്ക് മാറുന്ന ശ്രീ ടോം വടക്കൻ ഒരു കോൺഗ്രസ്സുകാരനായി പരിണമിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോടൊരു താല്പര്യം ഉണ്ടാവണമല്ലോ. ആ താല്പര്യം വന്ന പൊളിറ്റിക്കലായ ഐഡിയോളജിക്കലായ ഒരു പോയിന്റ് എന്തായിരുന്നു? കോൺഗ്രസിലേക്ക് താങ്കളെ അടുപ്പിച്ച ഘടകം രാജീവ് ഗാന്ധിയുടെ പേഴ്സണൽ സൗഹൃദത്തിനപ്പുറം. നിങ്ങൾ ആന്റണി ദേവസി വടക്കൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനാണ്. കോൺഗ്രസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിലൊരു ഒരു സ്ട്രോങ് ഫോളോവർ മാത്രമല്ല, സേവാദളിലും ഇൻവോൾവ് ആയിരുന്നു. പിന്നെ നീങ്ങി ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയായിട്ട് കുറച്ച് സിമ്പത്തീസ് ഡെവലപ്പ് ചെയ്തു. പിന്നെ അച്ഛൻ പറയുകയുണ്ടായി പലപ്പോഴും, പല ലീഡേഴ്സിൻ്റെ പേരെടുത്ത് പറയും, ഈ ചതിയന്മാരുടെ കൂടെ നീ എന്തിനാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ദിസ് വാസ് മൈ ഫാദേഴ്സ് അഡ്വൈസ്. പിന്നീട് ലെഫ്റ്റായി മാറിയ അച്ഛൻ്റെ മകൻ കോൺഗ്രസിൽ അപ്പോഴും ഉറച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസിൽ എന്തോ ഒരു താങ്കളെ ആകർഷിക്കുന്ന ഘടകമുണ്ട്. ഞാൻ അച്ഛൻ പറയുന്നത് എല്ലാം കേൾക്കുന്ന ഒരു മകനല്ല. സോറി ടു സേ ദിസ്. പക്ഷെ കോൺഗ്രസിലേക്ക് വരണമെങ്കിൽ ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ. കോൺഗ്രസിന്റെ ഏത് പ്രത്യയശാസ്ത്രത്തിലാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ കൗതുകവും താല്പര്യവും ഉണ്ടായിരുന്നത്? ടേണിംഗ് പോയിന്റ് ഐഡിയോളജി ആയിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഐഡിയോളജി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചേക്കോ, ഇവർ എത്ര ആളുണ്ട്? അല്ല കേൾക്കോ, ഞാനിപ്പോൾ ഇവരെ അഡ്രസ് ചെയ്യാണ്. ഞാൻ പോവാത്ത സിറ്റുവേഷനിൽ ഇന്ന് ഇവരെ എത്ര CBI കേസസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, എത്ര പാർട്ടി ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു പൊസിഷൻ വരുന്നാൽ ഗ്രൂപ്പിന്റെ അടി തുടങ്ങും. ആ ഗ്രൂപ്പ് ഈ ഇരിക്കുന്നവരിൽ ചോദിക്കൂ ആരൊക്കെ ഏത് ഗ്രൂപ്പിലുണ്ട്. വരാം. ഗാന്ധിയൻ സോഷ്യലിസം, മതേതരത്വം, ഇന്ത്യയുടെ ബഹുസ്വരത സംരക്ഷിക്കുന്ന നിലപാട്, ഇത്തരം കോൺഗ്രസിന്റെ വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോട് താങ്കൾക്ക് ഇപ്പോഴും താല്പര്യം തന്നെയല്ലേ? തിയോറിറ്റിക്കലി കോൺഗ്രസ് they have great ideas, but they don't practice it. പ്രാക്ടീസ് ചെയ്യാത്ത ഒരു പാർട്ടിയാണിത്. That ideology fascinated you? Ideology has always fascinated me. Still, any ideology. Vadakin, ഒരു question. Sure. നിങ്ങൾ when you went into the party, when you joined the party, ആ സമയത്ത് കോൺഗ്രസിന്റെ ഐഡിയോളജി ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടി ആയിരുന്നു. പിന്നീടാണോ ഈ ഡിറ്റീരിയേഷൻ വരുന്നത് നിങ്ങൾ പറയുന്ന? Your Lordship, the reality is ഈ ഐഡിയോളജി പറഞ്ഞ് നടക്കുന്ന പലരും they don't walk the talk. No. My question is very simple. When you joined the party, was it a party with ideology? And the decline in the ideological position that you are accusing started at a later stage? Well, I think you are very close to the truth. Right. അതായത് 1985 രാജീവ് ഗാന്ധിയുടെ സമയത്ത് പ്രത്യയശാസ്ത്ര നിബദ്ധമായ രാഷ്ട്രീയ പാർട്ടി 2004 ശേഷം UPA കാലഘട്ടത്തിന് ശേഷം പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നുപോയി. അത് താങ്കളെ വേദനിപ്പിച്ചു. കോംപ്രമൈസ് ഓൺ ഐഡിയോളജി അത് അക്സെപ്റ്റബിൾ അല്ല. അതാണ് ഞാൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തത്. 2004 തുടങ്ങിയ പ്രത്യയശാസ്ത്രത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള ദുഃഖം താങ്കൾ പ്രകടിപ്പിച്ചത് പക്ഷേ 2019 പ്രകടിപ്പിച്ചാലും ആര് കേൾക്കുന്നു?
ദാറ്റ്സ് എ പോയിന്റ്. പക്ഷേ അപ്പോഴും താങ്കൾ മാധ്യമങ്ങളോട് ബി ജെ പിയിൽ ചേരാൻ ഈ ദൃശ്യത്തിന് കാരണമായി താങ്കൾ പറഞ്ഞത് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള നഷ്ടമല്ല, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം ബി ജെ പിയിലേക്ക് ചേരാനുള്ള കാരണം പുൽവാമ അറ്റാക്ക്. യെസ്, ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ കൂടെ പല കാര്യങ്ങളും കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം പുൽവാമ വാസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പുൽവാമയെ പറ്റി ഞങ്ങൾക്ക് തന്നിരുന്ന ആർ ബ്രീഫിംഗ്. യു നാഷണലിസ്റ്റ്? I am a patriotic person, and if you question my nationalism, I won't take it easy sitting. I just won't take it sitting. If you say that you're going to issue a certificate to me for nationalism, I'm not going to accept it. My DNA is patriotic, and I don't need certificates from anybody. And if a party practices patriotism, and if a party says nationalism is important, I subscribe to it. And if there's anybody who doesn't like it, that's not my problem. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ലേ? ദേശീയതയും കോൺഗ്രസിന് താല്പര്യമുള്ള വിഷയം തന്നെയാണല്ലോ. പാർട്ടി എപ്പോഴാണ് ദേശീയതയ്ക്ക് അപ്പുറം കടന്നത്? ഞാനിപ്പോൾ പാർട്ടി വിട്ട നിലയ്ക്ക് ഇവിടെ ഒരു ഫോൾട്ട് ഫൈൻഡിങ് കമ്മീഷനിൽ ഇരുത്താൻ എനിക്ക് താല്പര്യമില്ല. ലെറ്റ് ദ പാസ്റ്റ് ബി ദ പാസ്റ്റ്. ഐ ഹാവ് സെഡ് വാട്ട് ഐ ഹാവ് സെഡ്. നമുക്ക് നോക്കാം. ഈ പുൽവാമയുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട് താങ്കളെ പ്രകോപിപ്പിച്ച കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ എന്തായിരുന്നു? അതങ്ങോട്ട് ബോധ്യം വന്നിട്ടില്ല പലർക്കും ഇപ്പോഴും. ഞാൻ പറയട്ടെ ഒരു കാര്യം. യെസ്, യു ആർ എ ജേർണലിസ്റ്റ്. പുൽവാമ ഈസ് ആൻ ആക്സിഡൻറ്റ് which costed us more than 40 CRPF Jawans. It happened. It was counted as a terrorist attack. അത് കഴിഞ്ഞ് what happened? ഒരു കൗണ്ടർ അറ്റാക്ക് പോയി. കൗണ്ടർ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ എയർഫോഴ്സ് പൈലറ്റ് അവിടെ ഇജക്റ്റഡ് ഔട്ട്, ഗോട്ട് ഇഞ്ചേർഡ്. ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ്. ഇഞ്ചക്റ്റഡ്. ദിസ് ആർ വിഷ്വൽസ്. ബാലാക്കോട്ട് പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ട് ഇത് സംഭവിച്ചു. ഞങ്ങളോട് പറഞ്ഞത് ചോദിക്കാൻ ഈ അറ്റാക്ക് റിയാലിറ്റിയിലെ തെളിവ് എവിടെയെന്ന് ചോദിക്കാൻ പറഞ്ഞു. തെളിവ്. ഞാനൊരു ലോജിക്കൽ മനുഷ്യനാണ്. ഇതിൻ്റെ ബേസിസ് എവിടെ നിന്ന് ആരംഭിച്ച് ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസി, എനിക്ക് ഇതിൽ പറയാൻ മാന്തമൊന്നുമില്ല, റോയിറ്റേഴ്സ് പറയുന്നു ഇങ്ങനെ ബാലാക്കോട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള അതിർത്തി ഗ്രാമത്തിൽ ജീവനോട് ജീവിക്കുന്ന ഒരാളെ കാണിക്കുന്നു. അയാൾ പറയുന്നു ചില ദൃശ്യങ്ങൾ. ലെറ്റ് മീ കംപ്ലീറ്റ്. റോയിറ്റേഴ്സ് പറയുന്നു ഇങ്ങനെ ഒരു അറ്റാക്ക് സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് അവരുടെ സ്റ്റോറി. 4 ദിവസം കഴിഞ്ഞ് റോയിറ്റേഴ്സിൻ്റെ കറസ്പോണ്ടൻറ്റ് ടീം ലാൻഡ്സ് അപ്പ് ഓൺ ദ സെയിം സ്പോട്ട് അവിടെ എൻക്വയറി ചെയ്യാൻ. പാകിസ്ഥാനി അതോറിറ്റീസ് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നവരെ. ഞാൻ കൈകൂപ്പി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. ഇത്ര വലിയ കോൺഫിഡൻസ് ഉള്ള റോയിറ്റേഴ്സ് അവിടെ പിന്നെ എന്താണ് പോകാൻ കാരണം? ഇഫ് യു ആർ നോട്ട് ഷുവർ ഓഫ് യുവർ സ്റ്റോറി, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കൺഫേം ചെയ്യാൻ പോവും. പാകിസ്ഥാൻ അതോറിറ്റീസ് എന്ത് ചെയ്തു? അവർ ബ്ലോക്ക് ചെയ്തു. ദാറ്റ് മീൻസ് പാകിസ്ഥാനി അതോറിറ്റീസ് ഹാവ് സംതിങ് ടു ഹൈഡ്. എ. ബി, ഇഫ് റോയിറ്റേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസി റീകൺഫേം ചെയ്യാൻ അവിടെ പോകുന്ന സമയത്ത് ഇതെന്ത് ബേസിസ്? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദ സ്റ്റോറി? നിങ്ങൾ ഒരു ഭാഗത്ത് ഇന്റർനാഷണലി പ്രഖ്യാപിക്കുന്നു അങ്ങനെ അറ്റാക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? ദുർബലമായ വാദമല്ലേ? തെളിവുകൾ നിരത്താനുള്ള ഉത്തരവാദിത്വം എയർഫോഴ്സിനുണ്ട്. പക്ഷേ അത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ അവർ വെളിപ്പെടുത്തുമായിരിക്കും. അല്ല, ന്യൂസ് ഏജൻസി എന്താ ചെയ്യുന്നത്? ന്യൂസ് ഏജൻസി ലോബിയിസ്റ്റ് ആണോ? ദ ക്വസ്റ്റ്യൻ ഈസ് എംബെഡഡ് ജേർണലിസ്റ്റ്. So are you really aggrieved about the Reuters or are you really aggrieved about the Congress party? What is your problem? My problem is when facts are shown. Then I think you should സർ, file a അദ്ദേഹം case പറയാൻ against ശ്രമിക്കുന്നത് Reuters. റോയിറ്റേഴ്സിന്റെ ഏജൻസിയെ തടയുന്ന ഒരു ഘട്ടത്തിൽ ബാലാക്കോട്ട് ആക്രമണം നടത്തി എന്ന ഗവൺമെന്റ് ഭാഷ്യത്തിന് കൂടുതൽ ശക്തിയേറി. പക്ഷേ അപ്പോഴും അതിനെ വിമർശിക്കേണ്ടി വരുന്നു. My case is I have to go and defend it. I have to still continue saying what I said. റോയിട്ടേഴ്സ് കാണിച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തോടുള്ള വിരോധമാണ് താങ്കളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, റോയിറ്റേഴ്സ് പറഞ്ഞിട്ടാണ് ഇവർ ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നത്. ഇത് ലോബിയിങ് ആണോ ഇത് എംബെഡഡ് ജേർണലിസം ആണോ എന്നുള്ള വ്യത്യാസം ഇവർക്ക് അത് മനസ്സിലായി. രാഹുലിനോടും സോണിയാഗാന്ധിയോടും ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ അവർ കേട്ടോ പറഞ്ഞോ എന്ന് എനിക്കറിയാം. വീണ്ടും താങ്കളെ നിർബന്ധിച്ചു തെളിവ് എവിടെയെന്ന് ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ. തീർച്ചയായും താങ്കൾ തെളിവ് ചോദിച്ചു. ഞങ്ങളിപ്പോ പല ടെലിവിഷൻ ഷോസ്. ശരി, ഈ ഘട്ടത്തിലും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ബാലാക്കോട്ട് ആക്രമണം നടന്നിട്ടുണ്ടെന്നും അവിടെ ഈ പറയുന്ന കാഷ്വാലിറ്റി ഉണ്ടെന്നും? ഉണ്ടെങ്കിൽ എത്ര കാഷ്വാലിറ്റി? അത് എൻ്റെ ജോലിയല്ല, പക്ഷെ കാഷ്വാലിറ്റീസ് ഹാവ് ഹാപ്പൻഡ്.
എങ്ങനെ അറിയാം? അല്ല, നിങ്ങൾ വിചാരിക്കുന്ന ഒരു ക്യാമറ ടീമിനെ നിങ്ങൾ അങ്ങോട്ട് അയക്കുകയാണ്, നിങ്ങളുടെ ഈ രാത്രിയിലത്തെ ഓപ്പറേഷൻ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിട്ട് അടുത്ത ദിവസം ഇതാ ഇത്ര ആൾക്കാർ മരിച്ചു, ബോഡി കൗണ്ട് ചെയ്യുന്നു. Absence of evidence is not the evidence of absence. Absence of evidence ആണത്. ആബ്സെൻസ് ഓഫ് എവിഡൻസ്. അപ്പൊ മിലിറ്ററി ഓപ്പറേഷൻസിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. That's the question. The Air Force chief says it is done. And he says, look, it's not my job to go and find and count dead bodies. ഒരു യുദ്ധത്തിൽ World War II, Right. if you ask the British Prime Minister, how many bodies have you destroyed? Got it. He will give evidence for that. Yes. വീണ്ടും ഒരു ദേശീയ പ്രത്യാക്രമണത്തിന്റെ തെളിവ് ചോദിക്കാൻ താങ്കളെ കോൺഗ്രസ് നിർബന്ധിതനാക്കുന്നു. പക്ഷേ അപ്പോൾ താങ്കൾക്കുണരുന്ന ദേശീയ വികാരം അതിന് താങ്കളെ തടയുന്നു. ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയാതെ വരുന്ന സംഘർഷാവസ്ഥയിൽ താങ്കളുടെ മനസ്സ് വേദനിക്കുകയും സംഘർഷഭരിതമാവുകയും ചെയ്യുന്നു. താങ്കൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നു. ആ ഘട്ടത്തിൽ യു ക്വിറ്റ് ദ പാർട്ടി. Yes, I did. And I'm proud of it. യെസ്. അങ്ങനെ പാർട്ടിയിലേക്ക് വരുന്നതിനും ഒരു മാസം മുമ്പ് താങ്കൾ ട്വിറ്ററിൽ കുറിച്ചൊരു വാചകം കൂടിയുണ്ട്. വൺസ് യു ജോയിൻ BJP, all your crimes are cleansed. നിങ്ങൾ BJPയിൽ ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകപ്പെടും എന്നാണ് താങ്കൾ സറ്റീറിക്കലായിട്ടിട്ടത്. വാസ് എ സറ്റയർ? You have known me, and you think this is, if you do not understand the satire, then I'm sorry. I mean, Satire ആണ്. Obviously, Now you are with BJP. I am with BJP, and this is what this is a retweet actually. Yeah. I retweeted what was being said, and I thought that was not logical. So that's why I said retweeted that. Ade. And I have no compunction to say that there were people in Motormouths who said that, and who are censored by the BJP Right. even today. BJPയിലേക്ക് ചേരുന്നവരുടെ പാപമെല്ലാം കഴുകിക്കളയും അല്ലെങ്കിൽ കഴുകിക്കളയപ്പെടും എന്ന അതേ നർമ്മബോധം ഇപ്പോഴും താങ്കൾക്കുണ്ടോ? അതെന്ത് തരം ലോജിക്കാ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു വിശ്വാസമുണ്ട്, നമ്മൾ കൺഫെഷൻ ചെയ്താൽ പാപങ്ങൾ പോവും, നമ്മൾ ഗംഗയിൽ പോയി ക്ലെൻസ് ചെയ്താൽ പാപങ്ങളും പോവും. ദാറ്റ്സ് ഫെയ്ത്ത്. Now, I am a human being which believes that your karam has to be finally awarded based on your actions. And if you do a wrong action, no party, no human being can spare you. See, and if you do not understand that logic, that's fine. It's ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. താങ്കൾ പറയുന്നതനുസരിച്ച് താങ്കളുടെ പാപങ്ങളൊക്കെ കഴുകപ്പെട്ടോ ഇല്ലയോ? അതായത് താങ്കൾ ഇപ്പൊ എന്ത് വിശ്വസിക്കുന്നു? നേരത്തെ കോൺഗ്രസിന് വേണ്ടി ചെയ്തിട്ടുള്ള മഹാപാപമൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ സിമ്പിളായിട്ട് പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യെസ് ഓർ നോ? Your Highness, I'm sorry, I should not use that word, Your Lordship. You're wise, you understand, your understanding of human beings are correct. But my submission to you is, I stand for my country comes first. You may be calling me a nationalist, you may call me a patriot. No, let me complete this. My views have been logical, and they stand on the ground on which logic stands. This is an indication of some of the Motormouths who existed there, and they bought a bad name for the Bharatiya Janata Party. Right. Fine. ആളുകൾ ചെയ്തതാണ്. താങ്കളും ജനങ്ങളിൽ ഒരാളാണ്. അതാണ് വിഷയം. അല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ബാധകമാവുന്നത് താങ്കൾക്കും ബാധകമല്ലേ? ലോർഡ്ഷിപ്പ്, അതല്ല ഇഷ്യൂ. അവിടെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഞാനത് റീട്വീറ്റ് ചെയ്തു. And I have clearly written on my tweet that I am not liable for the views expressed by the person. So it doesn't apply to you. Okay, go ahead. Right, fine. I have no question. Now, അതിനുശേഷം താങ്കൾ BJPയിൽ പാർട്ടിയിലേക്ക് വരുന്നു. പക്ഷെ അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ താങ്കൾക്ക് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളുണ്ടോ? Ideology that matches my country's interest. Ideology that is built upon the logic that all human beings in this country practice. Sheri. That's my wisdom and my understanding. Political parties catch the pulse of the country, Right. and redraw their plans accordingly. Right. നമുക്കൊരു ദൃശ്യം കാണാം. സേനാപതി വേണുവിന്റെ പഴയ വിവാദമായ പ്രസംഗമാണ്. ആ പ്രസംഗം ഒരിക്കൽ കൂടി. हमारा उधर एक कहावत है, AICC ऑफिस में झाड़ू मारने वाला, AICC ऑफिस में चाय लेने वाला, वो भी सीट लेकर वहां आते हैं. ऐसा आदमी आया तो मेरा ये निवेदन है. ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് ടോം വടക്കൻ അവിടെ ഉണ്ടോ ACC ഓഫീസിൽ? ഈ പ്രസംഗം നടക്കുമ്പോൾ it's a good occasion to clarify this. This gentleman was bought out by somebody from one of the groups. ഉടുമ്പൻചോല. Huh? ഉടുമ്പൻചോല ഇടുക്കി ഭാഗത്ത് നിന്നാണ് സേനാപതി. One of the Senapati Venu came there, planted by somebody, and said
ദാറ്റ് AICCയിലെ ചായക്കാർ മറ്റോര് മറിച്ചോര് പറ്റി പറഞ്ഞു. അവരൊക്കെ ടിക്കറ്റ് ചോദിക്കുന്നു. താങ്കൾ ചാലക്കുടിക്ക് ടിക്കറ്റ് താങ്കൾക്ക് കിട്ടുമെന്നൊരു വാർത്ത പരന്നിരുന്ന സമയമായിരുന്നു തോന്നുന്നു. ഏത് ഈ സമയത്തോ? ഈ സമയത്ത് ഞാൻ ടിക്കറ്റ് തൃശ്ശൂരിന് ചോദിച്ചിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പാപം ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണ ടിക്കറ്റ് ഒരു തവണ ഞാൻ തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിൻ്റെ ടിക്കറ്റ് പോയപ്പോൾ ഞാൻ ചായക്കാരനായി, പിന്നെ വേറെ തൂപ്പുകാരനായി, പിന്നെ അതിലുമുപരി ടൈപ്പിസ്റ്റായി. ഞാൻ ജീവിതത്തിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, അതൊക്കെയായി. ഇവർ പേര് വിളിക്കുന്നതിൽ എക്സ്പേർട്സാണ്. ഒരു സ്വീപ്പറിനെ ഞാൻ ഇന്നും അത് അറ്റാക്ക് ചെയ്യുന്നു. സ്വീപ്പറിനോ ചായക്കാരനോ എന്താ അവന് ഒരു ടിക്കറ്റ് ഇന്ന് ഒരു ചായവാലയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഞാൻ ആ പൊസിഷനെ ഒപ്പോസ് ചെയ്തത്, അല്ലാതെ ഞാൻ ചായ വിൽക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് ആവശ്യമില്ല. ഞാൻ AICCയിൽ കിടക്കുമ്പോൾ ഐ വാസ് ഹാവിങ് എ കോർപ്പറേറ്റ് ജോബ് ആൻഡ് എവറിത്തിങ്. തൃശ്ശൂരിലെ സീറ്റ് നിഷേധിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സേനാപതി വേണു നടത്തിയ പ്രസംഗമായതായിട്ട് കേൾക്കുന്നുണ്ട്. ശരിയായിരിക്കും? അല്ല, ഇതൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്നെ അതിൽ ഇൻവോൾവ് ചെയ്യാൻ. ബേസിക്കലി എന്താ ഉണ്ടായത് വെച്ചാൽ, എൻ്റെ ടിക്കറ്റിൻ്റെ റിക്വസ്റ്റ് ഒരു സീനിയർ ഒരു പേഴ്സൺ, ഞാൻ പേരെടുക്കുന്നില്ല, കോൺഗ്രസ് പ്രസിഡന്റിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് സംഭവിച്ചത്, കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു, ഐ എം വെരി ഹാപ്പി ദറ്റ് ഹീ ഈസ് വർക്കിംഗ് ദെയർ, ബട്ട് ഐ കാൺട്ട് സ്പെയർ ഹിം. He is looking after the entire media. Right. രാഹുൽ ഗാന്ധി ടോം വടക്കൻ പോയതിനു ശേഷം പറഞ്ഞൊരു പ്രതികരണമുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. वडक्कन नहीं वडक्कन बड़े लीडर नहीं है. Yes, fine. देश में വടക്കൻ 3 मुद्दे हैं. ബഡി ലീഡർ നഹി ഹെ. അതിന് അരുൺ ജെയ്റ്റ്ലി എന്താ ഉത്തരം പറഞ്ഞെന്ന് ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഐ have not even met Arun Jaitley at that time. അരുൺ ജെയ്റ്റ്ലിയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് ദിസ് കൺട്രി ഉത്തരം പറഞ്ഞത് എന്താണെന്നറിയോ? That big leaders are manufactured in 10 Janpath. The others are all workers. ഇത് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത്ര വലിയ മനുഷ്യൻ അമേഠി വിട്ട് ഇവിടെ വന്ന് മത്സരിക്കാൻ ഒരുമ്പിട്ടിരിക്കുകയാണ്. ഇത്ര വലിയ നേതാവ് ഇത്ര പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, അയാൾ പോയി election time people go. He could have said anything. He decided that 30 years of my contribution to the party was useless, and that great leaders are those who humor him and who have led him to 44 seats and further the degradation. ടോം വടക്കൻ ഇത്തവണ ചാലക്കുടി സീറ്റ് ആഗ്രഹിച്ചിരുന്നു? ഇല്ല. തൃശ്ശൂർ? ഇല്ല. ഒരു പാർലമെന്റേറിയനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ആക്റ്റീവ് ആകാൻ ആഗ്രഹിച്ചിരുന്നു? ഞാൻ PCC പ്രസിഡന്റിനെ വിളിച്ച കാര്യം, അന്നൊരു റാലി നടന്നിരുന്നു പാർട്ടിയുടെ. അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പേര് കൊടുക്കാൻ വിളിച്ചതാണ്. മുല്ലപ്പള്ളി പറയുന്നത് അങ്ങനല്ല. മുല്ലപ്പള്ളി പലതും പറയും. മുല്ലപ്പള്ളി പറയും അയാളുടെ ഓഫീസ് അസിസ്റ്റൻറ്റ്, കാരണം അത് കമേഴ്ഷ്യൽ ഡീലാണ്. ഞാൻ കമേഴ്ഷ്യൽ ലൈനിൽ ഉള്ള ആളല്ല. അയാളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്യൂണായിരുന്നു. ഓക്കെ, അയാൾ പിന്നെ എനിക്ക് മനസ്സിലായത് അയാൾ ഫുൾ ടൈം സ്പൈങ് ആയിരുന്നു AICCയിൽ. ആര് ലീഡർ വരുന്നു, എന്നെ പറ്റിയുള്ള റിപ്പോർട്ട്സും ഇതൊക്കെയായിരുന്നു സബ്മിഷൻ. സോ ഐ താങ്ക്ഡ് ഹിം ആൻഡ് സെഡ് പ്ലീസ് ലീവ് അസ്. ചെന്നിത്തലയുടെ മാധ്യമപ്രവർത്തകർ ടോം വടക്കനെ കുറിച്ച് ചോദിച്ചപ്പോൾ വന്ന പ്രതികരണം, വടക്കനോ അതാരാണ് എന്നാണ്. ഒരു മാസം മുമ്പ് ഈ കക്ഷി എന്നെ വിളിച്ചിരുന്നു. ടെലിഫോൺ റെക്കോർഡ്സ് ഉണ്ട്. ആരെ? ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ. വരണം ടോം, കല്യാണത്തിന് വരണം. ഞാൻ പറഞ്ഞ വാക്ക് റോങ് നമ്പറാണോ, ഇത് കറക്റ്റ് നമ്പറാണോ നിങ്ങൾ ഡയൽ ചെയ്യുന്നത്? അല്ല ടോം, തമാശ പറയല്ല, ഞാൻ മകൻ്റെ കല്യാണത്തിന് വരണം. ഐ സ്പെൻഡ് ഓൾ ദ മണി കമ്മിങ് ഫ്രം ഡൽഹി. AICCയുടെ പണമൊന്നുമല്ല, എൻ്റെ പോക്കറ്റിൽ നിന്നുള്ള പൈസയാണ്. ഞാൻ എടുത്ത് ഇയാളുടെ കല്യാണത്തിന് വന്നു. ഫാമിലി ഫോട്ടോ എടുത്തു. ഞാൻ പോയിട്ട് ഫോട്ടോ എടുത്തതല്ല, എന്നോട് ഫോട്ടോ സ്റ്റേഷനിൽ നിൽക്കാൻ പറഞ്ഞു. ഒരു 10-12 ഡ്രോൺസ് ഫ്ലൈ ചെയ്തു അവിടെ. അവരൊക്കെ ഫോട്ടോസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ടോം വടക്കൻ ആരാന്ന് പറഞ്ഞാൽ, ഐ എം സോറി, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് മോർ ടു സേ. BJPയെ കുറിച്ച് ഞാൻ ഒറ്റ തവണ മാത്രമേ ഇതെടുത്തുള്ളൂ. കാരണം താങ്കൾ സ്വാഭാവികമായും പാർട്ടിയുടെ സ്പോക്ക് പേഴ്സൺ എന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാരണമായതുകൊണ്ട് തന്നെ അതിന് താങ്കൾക്ക് മറുപടിയും ഉണ്ടാവും. എന്താണ് BJPയെ കുറിച്ച് ടോം വടക്കൻ പറഞ്ഞത്? BJP കള്ളം പറയുന്ന പാർട്ടിയാണ്. DNA BJPയുടെ പരിശോധിക്കണം, അതിനകത്ത് ലെയേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി നിഷേധിക്കുന്നില്ല. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം ഇന്ത്യ ടുഡേ എന്നോട് ചോദിച്ചു. ഞാൻ അന്ന് ആങ്കറിൻ്റെ പേരും പറയാം, രാഹുൽ കവൽ, അയാളോട് പറഞ്ഞു
താൻ ടെലിപ്രോംപ്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഈ ടെലിപ്രോംപ്റ്ററിൽ വരുന്ന സ്റ്റോറീസ് ആരാ എഴുതുന്നത്? നിങ്ങളല്ല. അത് ടെലിപ്രോംപ്റ്ററിൽ മാനേജ്മെൻ്റ് അയക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്പോക്സ്മാൻ്റെ റോൾ എന്താണ്? സ്പോക്സ്മാന് ഇൻഫർമേഷൻ ആ സ്ക്രിപ്റ്റ് പാർട്ടി നൽകുന്നതാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ പാരഫ്രൈസ് ചെയ്ത് അതിനെ ഒരു ഹ്യൂമൻ എലിമെന്റ് കൊണ്ടുവന്ന് അതിനെ അവതരിപ്പിക്കുന്നു. 99 മുതൽ 2016 വരെ 17 വർഷക്കാലം പ്രോംപ്റ്റർ യൂസ് ചെയ്ത വെറും ഒരു റോബോട്ടിക് ആയിട്ടുള്ള സ്പോക്ക് പേഴ്സൺ ആയിരുന്നു ടോം വടക്കൻ. 17 കൊല്ലം ഞാൻ സ്പോക്സ്മാൻ ആയിരുന്നില്ല. എന്റെ ബി.ജെ.പി കുറിച്ച് 2000 മുതൽ താങ്കൾ ഓരോ മീഡിയയിലും നടത്തിയ റെസ്പോൺസസ് ഞാൻ നോട്ട് ഇൻ ഫേവർ ഓഫ് ബി.ജെ.പി. അതാണ് അവരുടെ ദാറ്റ് ഈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദിസ് പാർട്ടി. ദേ അക്സെപ്റ്റഡ് മീ ബിക്കോസ് ദേ ന്യൂ ഐ വാസ് ഡൂയിങ് ഇറ്റ് അറ്റ് ദ ബിഹെസ്റ്റ് ഓഫ് ദി പാർട്ടി. ആ പാർട്ടിയുടെ ഓപ്പൺനെസ്സിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് എക്സാമ്പിളാണ്. ഞാൻ എന്തൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ എതിർ പറഞ്ഞത്, ഞാൻ എന്തൊക്കെയാണ് ഇവരെ പറ്റി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കൊണ്ടാണോ പറഞ്ഞത്? അതെല്ലാം അല്ല, അന്ന് പ്രോംപ്റ്റ് ചെയ്യുന്ന ഇത് ആയിക്കോട്ടെ. മോദി 15 ലക്ഷം ഞാൻ സ്പോക്സ്മാൻ ആയിട്ട് ഇരുന്നിരുന്നത് 3 കൊല്ലം മാത്രമുള്ളൂ. പക്ഷെ അപ്പോഴും അല്ലാത്തപ്പോഴും താങ്കൾ മോദിയെ വിമർശിച്ചു, ബി.ജെ.പി വിമർശിച്ചു, അമിത്ഷായെ വിമർശിച്ചു. ഞാൻ ഒപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ ഇരിക്കുന്നത് എൻ്റെ റോൾ എന്തായിരുന്നു? പക്ഷെ സ്പോക്ക് പേഴ്സൺ അല്ലാതിരുന്ന കാലത്തും താങ്കൾ ബി.ജെ.പി വിമർശിച്ചു. അത് സ്ക്രിപ്റ്റ് എവിടെന്നാ വരുന്നേ? സ്പോക്ക് പേഴ്സൺ അല്ലാത്ത സ്ക്രിപ്റ്റ് നോക്കേണ്ട കാര്യമില്ലല്ലോ. സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഒന്നാണ്. അത് സ്പോക്സ്മാൻ ആയാലും പാർട്ടിയുടെ ഏത് വക്താവായാലും ആ സ്പോക്സ്മാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ശ്രീ ആന്റണി ഡിസിപ്ലിനറി ആക്ഷൻ ഇവരെ എതിരെ ഒരു വാക്ക് പറയട്ടെ. ഒരു വാക്ക് പാർട്ടിയുടെ ഡിസിപ്ലിൻ്റെ എതിരെ ലൈനിൻ്റെ എതിർ പറയട്ടെ, 24 മണിക്കൂറിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് ഔട്ടാണ്. കേഡർ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, വിയോജിപ്പുകൾ ഏറെയുള്ള ഇടം. പക്ഷെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇതിൽ ആർക്കും ഒരു അധികാരവും ഇല്ല പാർട്ടി ലൈനിനെ വിട്ടു പറയാൻ. ടു ബി ഫ്രാങ്ക് മിസ്റ്റർ ടോം വടക്കൻ, താങ്കൾ ബി.ജെ.പിക്കെതിരെ സ്പോക്ക് പേഴ്സൺ ആയപ്പോഴും അതിനു മുമ്പും നടത്തിയ എല്ലാ പ്രസ്താവനകളും താങ്കളുടെ മനസാക്ഷിക്ക് ചേരുന്ന വിധത്തിൽ അല്ലെങ്കിൽ മനസാക്ഷി അനുവദിച്ചിട്ടായിരുന്നില്ല എന്നാണോ? This greatness and the capacity of a spokesman can be judged. അത് across the party ആണ്, ലെഫ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി.ജെ.പി ആയാലും. How well you present the case. താങ്കൾക്ക് നരേന്ദ്രമോദിയെ ആരാധനയായിരുന്നോ കോൺഗ്രസിൽ ഇരിക്കുമ്പോഴും? ഒരു ഇൻഡിവിജ്വലിനെ ആരാധിക്കുന്നത് as a party leader and as a national leader. You admire a leader for certain qualities. I admire our honorable judge for some of his views, but that doesn't mean I admire him for everything he says. I have a selective logical application of mind. ഇന്റർനാഷണൽ കോൺഗ്രസിൽ തുടരുമ്പോഴും ബി.ജെ.പിയോട് താങ്കൾക്ക് കൂറുണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഐ മീൻ ബി.ജെ.പിയിൽ താങ്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു, ബി.ജെ.പി ലീഡേഴ്സിൽ താങ്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു, ബി.ജെ.പി രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റും. I did what I could do for the Congress party for last 30 years. But as a and I person, paid a price for it. I had to pay 2 CBI cases still pending. ഈ 2 CBI കേസും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണോ ബി.ജെ.പിയിൽ ചേർന്നത്? CBI കേസ് ഇന്നും പെൻഡിംഗ് ആ. പക്ഷെ കേന്ദ്രത്തിൽ ഇപ്പോൾ ബി.ജെ.പിയാണ്, തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും. I have not approached them. കാരണം എനിക്ക് പേടിക്കാൻ എന്താ ഉള്ളത്? എൻ്റെ ഇതിൽ വല്ല എവിഡൻസ് ഉണ്ടായല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ബി.ജെ.പിയോ ഏതാണ് ഏറ്റവും മികച്ച മതേതര പാർട്ടി? ഇതൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ല. But even then, let me tell you something. There are some good things in the Bharatiya Janata Party. There are some good things in the Communist Party. There are some good things in other parties too. Point is, you have to look at a situation what suits the country. You have to look at people in the context of what they can deliver to the country. Fine. താങ്കൾ സമീപകാലത്ത് ബി.ജെ.പി ചേർന്നു. അതിന് തലേന്ന് പോലും താങ്കൾ ബി.ജെ.പി ചേർന്നതായിട്ട് ആർക്കും അറിയില്ല, താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. എന്ന് മുതലാണ് താങ്കൾക്ക് ബി.ജെ.പിയോട് ഒരു തരത്തിലുള്ള ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു അഫിനിറ്റി തോന്നാൻ തുടങ്ങി? എത്ര കാലമായിട്ട്? മൂവ്മെൻറ്റ് ഉണ്ടായത് 24 hours ആക്ഷൻ. കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നാഷണൽ ടെലിവിഷൻസിൽ പോകുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾ പുറത്തു വരുമ്പോൾ വി യൂസ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ, ഡിസ്കസ് തിങ്സ്. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂടെ ചായ കുടിക്കുന്നു, പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ അക്രമ ഫൈറ്റാണ് സ്റ്റുഡിയോയിൽ. പുറത്തു വരുമ്പോൾ വി കം ഡൗൺ ടു എ സിവിൽ ലെവൽ. There was this exchange of ideas. കുറെ കാലങ്ങളായിട്ടുള്ള കാലങ്ങളല്ല. This may have been about a month. Okay. 1 month. 1 month. Okay. ഒരു മാസം കൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസിലെ 1985 മുതൽ തുടങ്ങിയ
സൗഹൃദവും ബന്ധവും അവസാനിപ്പിച്ച് BJP-യിലേക്ക് പോകുന്നു. BJP-യുടെ പ്രത്യയശാസ്ത്ര ഐഡിയോളജികളിൽ ഹിന്ദു നാഷണലിസം അഥവാ കൾച്ചറൽ നാഷണലിസം എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പ്രത്യയശാസ്ത്രം, അതിൽ താങ്കൾ ഫാസിനേറ്റഡ് ആയോ? Cultural nationalism, as I understood it, you may have a different perception about it. ദീൻദയാൽ ഉപാധ്യായയുടെ സങ്കല്പം അനുസരിച്ച് ഇന്റഗ്രൽ ഹ്യൂമനിസവും കൾച്ചറൽ നാഷണലിസം ആരത് എനുമറേറ്റ് ചെയ്തു, ആരാണ് തിയോറിറ്റിക്കൽ? Cultural nationalism does not have religion in it. It is inclusive. And when you talk about, because this was an ethos developed during Bal Gangadhar's Yes, time. fine. But let me tell you something. There's a level playing field for all political parties. They are RSSന്റെ സങ്കല്പം അനുസരിച്ച് ദേശദ്രോഹികളായി കരുതപ്പെടുന്ന 2-3 വർഗ്ഗങ്ങളുണ്ടല്ലോ, അവരാരാണെന്ന് അറിയാമോ സർ? കമ്മ്യൂണിസ്റ്റ്, അവിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. ഈ സങ്കല്പങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാൻ RSSനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എത്ര ദിവസമായി? 10 ദിവസമായി ഉണ്ടാവും. അബദ്ധമായെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. കാരണം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഐ റെസ്പെക്ട് സീനിയർ പീപ്പിൾ ഇൻ ദി RSS. ഐ റെസ്പെക്ട് പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മുക്തർ അബ്ബാസ് നബിയെ പോലെയുള്ള നേതാക്കൾ അവിടെയും ഉണ്ട്, ന്യൂനപക്ഷത്തു നിന്നും, എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷയും. പക്ഷെ ഒരു ചോദ്യം ഇതാണ് സർ, BJP-യിലേക്ക് താങ്കൾ 1 മാസം കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷന് തയ്യാറെടുക്കുമ്പോൾ താങ്കളുടെ മനസ്സും പ്രത്യയശാസ്ത്രവും ഒക്കെ അതിനോട് പാകപ്പെടണമല്ലോ. ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചുള്ള BJP-യുടെ നിലപാടുകളോട് താങ്കൾ അന്ന് പ്രതികരിച്ചത് പാർട്ടി സ്പോക്ക് പേഴ്സൺ എന്ന നിലയിലാണോ അതോ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിലാണോ? ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ പോളിസി മെയിൻലാൻഡ് ഇന്ത്യയിൽ നിങ്ങളുടെ ഒരു പോളിസി, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഒരു പോളിസി. ഇഫ് യു ഹാവ് എ തിങ്കിങ് ഓഫ് എ സബ്ജക്ട്, ലെറ്റ് ഇറ്റ് ബി അക്രോസ് ദ കൺട്രി. അതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ ഞാൻ ചോദിച്ചത്? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അവർ പ്രാക്ടീസിങ് ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഞാൻ ഉറച്ചു നിൽക്കുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ അവർ പറയുന്നു ഒരു ഡിഫറെൻറ്റ് പോളിസിയാണ്, ഗോവയിലൊരു ഡിഫറെൻറ്റ് പോളിസിയാണ്. അവരോട് എൻ്റെ ഇത് ബ്രോഡൻ യുവർ ബേസ്, get people inside. I am a secular face. I have come to this party to create that broad base where minorities are accepted. Right. But you run a campaign saying that if you touch BJP, you look at BJP, you're communal. That is the campaign that I want to break. Christians, Muslims, and every community must be accepted by BJP and expand their base, because that is the litmus test for any political party. That's fine, great. ടോം വടക്കൻ ബീഫ് കഴിക്കാറുണ്ട്? ഞാൻ വെജിറ്റേറിയനാണ്. വെജിറ്റേറിയനാണ്. തുടക്കം മുതലേ ആണോ അതോ BJP-യിൽ ചേർന്നതിന് ശേഷം? അല്ല, ഞാൻ വെജിറ്റേറിയൻ ആയത് ഞാനൊരു ഹെൽത്ത് കോൺഷ്യസ് ഒരു വ്യക്തിയാണ്. വെൻ ഐ ഫൗണ്ട് മൈ സിറ്റുവേഷൻ ഗെറ്റിംഗ്. പക്ഷേ വീട്ടിലുള്ളവർ ബീഫ് കഴിക്കാറുണ്ട്? ഇല്ല, എൻ്റെ വൈഫ് വെജിറ്റേറിയനാണ്. എൻ്റെ ഫാമിലി വെജിറ്റേറിയൻ. മൈ സൺ ടേക്സ്, ഹി ഈസ് എ ഡോക്ടർ. He is a non-vegetarian. Right. ബീഫ് നിരോധിക്കണം എന്ന നിലപാടിനോട് താങ്കൾ യോജിക്കുന്നു? ഈ പോളിസി ആരാണ് കൊണ്ടുവന്നത്? എത്ര സ്റ്റേറ്റിലുണ്ട്? Have you gone to the root of Yes. it? How many states had this policy in the beginning itself? There were no issues at that time. Because Congress party bought it. It was not a national issue. No, because Congress party bought it, nobody asked questions. That is an existing law. There's no law that's been made after it. But that is covered. That is covered because you have given them a secular plank. But point here is, when you do not support a party, you drive a party to the wall. ശരിയാണ്, പൊളിറ്റിക്കലാണ്. പക്ഷെ അപ്പോഴും എനിക്കറിയേണ്ടത്, ഡു യു സപ്പോർട്ട് ദാറ്റ് ഐഡിയ? I support ban of beef. What is existing in the country cannot be changed. I mean, something that is banned already in almost 20 states by the Indian National Congress. What am I to say about it? I don't like it. ടോം വടക്കനെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ BJP ക്രിട്ടിക്കലായിട്ട് കണ്ടിരിക്കുന്നത് ദളിത് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ദളിത് വിരോധം അല്ലെങ്കിൽ ദളിതുകൾക്കെതിരെ BJP ശക്തമായ ആക്രമണം നടത്തുന്ന ഘട്ടങ്ങളിലെല്ലാം താങ്കൾ കൃത്യമായി പ്രതികരിച്ച് കണ്ടിട്ടുണ്ട്. ദളിതുകൾക്കെതിരെ BJPക്ക് അറ്റാക്കിംഗ് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടർ ഉണ്ടെന്ന് താങ്കൾ ഇപ്പോഴും കരുതുന്നുണ്ടോ? Is it a Savarna party? When you try to make it a Savarna party, it becomes one, because then your mindset is focused on that. The largest number of acts that have been, you see, there have been acts that have been attacks on the Dalits, Right. which has been happening even the Congress time. That's been happening during the BJP time. There's been this happening even during Manmohan Singh ji's time. Right. But point is,
this becomes a propaganda material when the BJP is ruling. ആൻഡ് ദ ലാസ്റ്റ് വൺ, നരേന്ദ്രമോദി 15 ലക്ഷം രൂപ വീതം ഇന്ത്യക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പ്രസംഗം താങ്കൾ പല മാധ്യമങ്ങളിലും താങ്കൾ തന്നെ നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ആ ടേപ്പിനെ ഒരു ചുരുക്കം ഒരു 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ ഇഷ്യൂ റേസ് ചെയ്തപ്പോൾ ഒരു BJP സ്പോക്സ്മാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇയാൾക്ക് ഹിന്ദി മനസ്സിലാവാതെയാണോ ഇത് പറഞ്ഞത്. സോ ഐ പ്രസൻറ്റഡ് ദ ടേപ്പ്. ആ ടേപ്പിനെ ഞാൻ ക്ലോസ്ലി എക്സാമിൻ ചെയ്തപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഇസ് വെരി സ്ട്രേഞ്ച്. ഐ മീൻ ഐ തോട്ട് മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിന്ദി വാസ് ഗുഡ്. വിദേശത്ത് ഇത്ര ബ്ലാക്ക് മണി ഉണ്ട്, അത് നിങ്ങളുടെ എല്ലാവരെയും പേഴ്സിൽ 15 ലക്ഷം വെക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ്, അല്ലാതെ നിങ്ങൾക്ക് 15 ലക്ഷം തരാന്നല്ല. ഐ ക്യാൻ സ്പ്രെഡ് ദറ്റ് മണി ആൻഡ് ഗിവ് ഇറ്റ് ടു, there is enough of money. നിങ്ങൾ പറയാണ്. റൈറ്റ്, നമുക്ക് നോക്കാം പ്ലീസ്. ये चोर लुटेरों से एक रुपया वापस लेना चाहिए. इस रुपयों पर जनता का अधिकार है कि नहीं है? ये रुपया जनता के काम आना चाहिए. अरे एक बार ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक गरीब आदमी को मुफ्त में 15-20 लाख रुपए यूं ही मिल जाएगा. That's it. Money that is there, നിങ്ങളുടെ പോക്കറ്റിലുള്ള അത്ര പൈസ ഉണ്ടെങ്കിൽ ഇത്ര ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഐ വെന്റ് ത്രൂ ദിസ് ടേപ്പ് ഫോർ ഗോഡ് നോസ് 15 times to get to the meaning of it. താങ്കൾ വി വി രാജേഷ് അടക്കമുള്ള BJPയുടെ അന്നത്തെ പ്രതിനിധികളെ താങ്കൾ പറഞ്ഞത് ശരിയാ, പക്ഷേ അയാൾ പറഞ്ഞത് ശരിയാണ്. അയാൾ പറഞ്ഞത് എന്താണ്? അയാൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ തെളിയിക്കാൻ നോക്കിയത് ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഞാൻ തെറ്റി. കാരണം പ്രൈം മിനിസ്റ്റർ, ഐ ടുഡേ assert that I was wrong and I have the capacity to tell you that I am wrong because after hearing it 10 times. മിസ്റ്റർ വടക്കൻ, 5 കൊല്ലത്തിന് മുമ്പാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്, ഈ വാഗ്ദാനം നൽകിയത്. 5 കൊല്ലം കൊണ്ട് ഈ 15 ലക്ഷം കൊണ്ടുവരുന്ന അദ്ദേഹം പരാജയപ്പെട്ടെന്നാണ്, അല്ലെങ്കിൽ ആ പണം അവിടെ ഇല്ല എന്നാണ്, വിദേശത്തില്ല. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ? എന്തായാലും തീരുമാനം ഇതിനകത്തുള്ളത്? മണി ഇസ് there, അദ്ദേഹം കൊണ്ടുവന്നില്ല. അല്ല, കേക്ക്, ഡെമോക്രറ്റിക് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഫോറിൻ രാജ്യങ്ങളിൽ you have to go through layers and layers of rules and regulations, especially the Swiss bank. But the government of India has been attempting through various schemes. Arun Jaitley ji has said they have a list of people. They are acting against these people because they leave no trail. They are in the name of somebody. They are decoded. They are under some special codes. It is a difficult operation. He is doing it. He will do it. And I'm sure in the coming days these... അപ്പോൾ ഇത് ഈ ഹിന്ദി, താങ്കളുടെ ഹിന്ദി കുഴപ്പം താങ്കളെ പറ്റിച്ചു, ഹിന്ദിയുടെ അണ്ടർസ്റ്റാൻഡ് ആ തെറ്റാണ് ഹിന്ദി മനസ്സിലാക്കിയത് എന്നുള്ള, പ്രത്യേകിച്ച് മുംബൈ പോലെയുള്ള സ്ഥലത്ത് മനസ്സിലായത്. മുംബൈ പോലെയുള്ള സ്ഥലത്ത് പഠിച്ചു വളർന്ന, അതെ, താങ്കൾക്ക് എപ്പോഴാണ് ഈ ഹിന്ദി തകരാറായി പോയി, എന്റെ ഹിന്ദി തെറ്റിപ്പോയി എന്ന് താങ്കൾക്ക് എപ്പോൾ മനസ്സിലായി? ഒരു നെറേറ്റീവ് വരുമ്പോൾ, Your Honor, when you are sitting in that chair today and there's something before you which you have a perception, a public perception, the media perception that says that, oh, he said 15 lakhs, so, and then that's right there. When you go into the objective issue, you examine it time and again, and you find out what actually he said. And when you discover that, you have the honesty to say, I made a mistake. അപ്പോൾ you took 5 കൊല്ലം താങ്കൾ എടുത്തു ഇതിന്റെ ഹിന്ദിയുടെ കുഴപ്പം മനസ്സിലാക്കാൻ. I may take 10 years, Your Honor, but the point is I realize... അത് മാത്രമേ ചോദിച്ചുള്ളൂ. 5 വർഷമെടുത്തു ഒടുവിൽ ടോം വടക്കൻ ആ തന്റെ തെറ്റായ ഹിന്ദി തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അതിന്റെ പേരിൽ വി വി രാജേഷ് വിളിച്ച് സോറി പറഞ്ഞോ താങ്കൾ? വി വി രാജേഷ് is a good friend and debatesൽ ഇങ്ങനത്തെ താങ്കൾക്ക് കൈയടിച്ച കുറെ ആളുകൾ കോൺഗ്രസിലും പൊതുജനങ്ങളും ഒക്കെ ഉണ്ട്. അവരോട് നമ്മൾ എന്ത് പറയും? ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ പോവാണ്. നിങ്ങളുടെ കോർട്ടിന്റെ മുമ്പിലാണ് ഞാൻ I made a mistake. And I have a right to admit it. Right. If I have committed a crime, I'm not scared to admit it. ഇപ്പോൾ നിലവിൽ താങ്കൾ ഒരു പാർട്ടിയുടെയും സ്പോക്ക് പേഴ്സൺ അല്ല, ഒരു പാർട്ടിയുടെയും പ്രോംപ്റ്റർ താങ്കൾക്കില്ല എന്ന് വിശ്വസിക്കട്ടെ? തീർച്ചയായും. റൈറ്റ്. ഇതെങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? അതാണല്ലോ ഈ പച്ചയായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും പറയുന്നത്.
ഞാൻ പാർട്ടിയുടെ ലൈനിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് ബി ടോക്കിംഗ് ദിസ് വേ. ഐ വിൽ ഹാവ് റിസർവേഷൻസ്. ഐ വോണ്ട് ടേക്ക് സം ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. ബട്ട് ഐ എം ടുഡേ ആസാദ്. ആൻഡ് വെൻ ഐ എം ആസാദ്, ഐ കൻ ടെൽ യു വാട്ട് ഐ തിങ്ക് ഇസ് റൈറ്റ്. പക്ഷേ ഈ ആസാദ് എന്ന് പറയുന്നത് BJP പാർട്ടിക്കുള്ളിലെത്തിയ ടോം വടക്കൻ്റെ ആസാദാണ്. ഇത് 24 മണിക്കൂർ മുമ്പ് അവിടെ ജോയിൻ ചെയ്തിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഈ രാഹുൽ കവൽ എക്സാം. അയാൾ വലിയ സ്ട്രോങ് സപ്പോർട്ടറാണ്. അവരാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. ഞാൻ സെഡ് ആർക്കൈവ്സ്, മുറികൾ നിറയ്ക്കാം നിങ്ങൾക്ക്, ഞാൻ BJPയുടെ എതിർ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ അത് ഞാൻ സ്പോക്സ്മാൻ്റെ കപ്പാസിറ്റിയിൽ, അല്ലാതെ ടോം വടക്കൻ ഇൻ എ പേഴ്സണൽ കപ്പാസിറ്റി ഹാസ് നോട്ട് മെയ്ഡ് എനി കമന്റ് ഓൺ ദീസ് തിങ്സ്. അഗെയിൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിനുശേഷം എനിക്ക് എതിർഭാഗമുള്ളവരിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകണം ടു മേക്ക് ഇറ്റ് എ ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ. പക്ഷെ അതിനു മുമ്പ് ഒരു സ്പോക്ക് പേഴ്സണായി താങ്കൾ കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുമ്പോഴും താങ്കൾ മനസ്സുകൊണ്ട് താൻ പറയുന്നത് തെറ്റാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടിരുന്നു, പരിതപിച്ചിരുന്നു. ഐ ടെൽ യു, യെസ്, ചിദംബരത്തിൻ്റെ മകനെ എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ പോകാൻ ഉദ്ദേശമില്ല. ഐ കൺവേഡ് ദിസ് ടു രൺദീപ് സുർജേവാല. ഐ സെഡ്, നിങ്ങൾ എന്താണ് എന്നെ ഈ വിഷയത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ? നാളെ യെദ്യൂരപ്പയെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ റിഫ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, യെദ്യൂരപ്പയെ പറ്റി എന്താ നിങ്ങളുടെ കൗണ്ടർ ക്വസ്റ്റ്യൻ? യെദ്യൂരപ്പയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് താങ്കളെ നാളെ BJP ഒരു സ്പോക്ക് പേഴ്സണായി നിയോഗിച്ചാൽ താങ്കൾ ഇത് തന്നെ ചെയ്യുമോ? ഞാൻ സ്പോക്സ്മാൻ അല്ല. സോ ഇഫ് താങ്കൾ ഇനി സ്പോക്സ്മാൻ ആവുകയില്ല. ഞാൻ ആവില്ല. ഞാൻ ഒരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്പോക്സ്മാൻ ആവില്ല. കാരണം എനിക്ക് എൻ്റെ വിശ്വാസങ്ങളുണ്ട്. ഞാനൊരു പാർട്ടിയുടെ വർക്കറാണ്. എനിക്ക് പൊസിഷൻസ് ഒന്നും വേണ്ട. ഞാൻ കയ്യും വീശിയിട്ടാണ് പോയത് അവിടേക്ക്. ഞാൻ കയ്യും വീശിയിട്ടാണ് കംഫർട്ടബിൾ. ഞാൻ ഒരു പൊസിഷനും വാങ്ങിച്ചിട്ടില്ല. BJP പോയിട്ട് എൻ്റെ പൊസിഷൻ ഇത്ര തന്നെയായിരുന്നു. യു യൂസ് മീ ഫോർ whatever I stand for. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും മറുകണ്ണ് എപ്പോഴും BJPയുടെ ഓഫീസിലേക്ക് പായിച്ചിരുന്ന ഒരു ടോം വടക്കൻ എന്നൊരു പ്രതിച്ഛായ, അത് താങ്കൾക്ക് ദോഷം ചെയ്യില്ലേ? ഞാൻ എടുത്ത തീരുമാനം ഇത് എൻ്റെ തീരുമാനമാണ്. ഫസ്റ്റ്, I was not told by anybody. When my conscience pricked and I have to live with my conscience, I told myself this is the end of my career as a spokesman. Last question. Nehru, Rajiv Gandhi, Narendra Modi. Who was the best Prime Minister of India? I'm not sitting for a Union Public Service Commission that I need to answer these questions. These are my views. I've said it. ആരുടെ രാഷ്ട്രീയത്തിലാണ് കൂടുതൽ താല്പര്യവും ആവേശവും താങ്കൾക്കുണ്ടായത്? എനിക്ക് രാജ്യത്തെ രാഷ്ട്രീയമാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ലീഡേഴ്സ് വരും. നെഹ്റു ഗുഡ് ലീഡർ ആയിരുന്നില്ലേ അങ്ങയുടെ രാഷ്ട്രീയ പരിചയത്തിൽ എന്ന് ചോദിച്ചാൽ? നിങ്ങൾ എന്നെ നെയിൽ ചെയ്യാനുള്ള Not at all. I'm sorry, I will Not not at all. answer that. Not at all. Right, fine. Tomorrow you ask me who's Marx and you support Marx. I'll please him. No. Public, പൊതുജനങ്ങൾക്ക് അറിയണമല്ലോ ടോം വടക്കൻ. താങ്കൾ നെഹ്റുവിന്റെ ആരാധകനായിരുന്നു. നെഹ്റുവിന്റെ കൊച്ചുമകന്റെ ആരാധകനായി. എൻ്റെ പേഴ്സണൽ വ്യൂസ് പലതും ഉണ്ട്, which I do not want to go into public domain. If I put everything into public domain, there is no privacy.